നമ്മളെല്ലാവരും പവറിന് വേണ്ടിയിട്ട് കണ്ണട ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കണ്ണട ഈ കാണുന്ന പോലെ ചെരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്പം ഇറങ്ങിയിട്ടോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. കറക്റ്റ് ഇവിടെ കൊള്ളാതെ, അല്ലെങ്കിൽ പലരും വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊന്തിച്ചിട്ടൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. കണ്ണടന്റെ ഷേപ്പ് ഇങ്ങനെ താഴോട്ടേക്ക് കർവായിട്ടൊക്കെയാണ് ഇരിക്കുക. ഇത് നമ്മളെ വിഷനെ കാര്യമായി ബാധിക്കും. അതായത് നമ്മുടെ പവർ കൂടാനൊക്കെ ഇതിന് സാധ്യതയുണ്ട്. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സിലിണ്ടറിക്കൽ പവർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ചെരിവ് പോലും നമ്മളെ ആ ഒരു ആക്സിസ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി ചിലത് നമുക്കിങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഗ്ലാസ് ഊരി വെക്കുന്ന സമയത്ത്, ഇതിലിപ്പോൾ കാണുന്ന സമയത്ത് മനസ്സിലാവും ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്കിത് പറയുകയാണെങ്കിൽ ഒരു 10 to 20 ഡിഗ്രി ഗ്യാപ്പ് ഈ രണ്ട് ലെഗുകൾ തമ്മിൽ വന്ന അതേ ബെൻഡ് തന്നെ നമ്മളെ ലെൻസിലും ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിന് കൂടുതൽ പ്രഷർ ഉണ്ടാക്കാനും നമ്മുടേതല്ലാത്ത പവറിലേക്കൂടെ നമ്മൾ കാണാനും അത് പിന്നീട് നമ്മൾ പവർ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണട എപ്പോഴും പ്രോപ്പറായിട്ട് അലൈൻഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ റെഗുലർലി സർവീസ് ചെയ്യുക. അതായത് നമ്മൾ കണ്ണട എല്ലാ 3 മാസം കൂടുമ്പോഴും സർവീസ് ചെയ്യണം. അതായത് പ്രോപ്പർലി ക്ലീനിങ്, അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ. നമ്മുടെ വിഷൻ മാർക്കിൻ്റെ പയ്യാവൂരിലും ബ്ലാത്തൂരിലും ഈ ഒരു കണ്ണട സർവീസ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായും സൗജന്യമാണ്. അത് നിങ്ങൾ നമ്മുടെ വിഷൻ മാർക്കിൽ നിന്ന് എടുത്ത കണ്ണടയായി ആവണമെന്നില്ല, പുറത്തുനിന്ന് എടുത്ത കണ്ണടയാണെങ്കിലും ഈ ഒരു സർവീസ് സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുക.